മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 15-ാമത്തെ ദശകത്തിൽ 10-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. ശ്ലോകം: പരമകിമു ബഹുക്രിയാത്വൽപദം ഭോജഭക്തിം സകലഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം തദ്വിധൂയാമയന്മേ ഗുരുപവനപുരേശ ത്വയ്യുപാധസ്വഭക്തിം. ഉപദേശം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഉപദേശത്തിൽ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ദശകത്തിൽ കപിലോപദേശം മുഴുവൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ദേവഹൂതി നമസ്കരിച്ച് ഭഗവാൻ സന്തുഷ്ടനായി. ദേവഹൂതി നമസ്കരിച്ചതിന് ശേഷം തപസ് ചെയ്ത് കാലം കഴിച്ചു, മുക്തിയെ പ്രാപിച്ചു എന്നാണ് പറഞ്ഞത്. ഭഗവാനാണ് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് അവിടെ തപസ്സിനായിട്ട് യോഗികളോടുകൂടി ഭാരതത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് പോയി എന്നാണ് പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ ശ്ലോകത്തിൽ. ഇനി അത് കഴിഞ്ഞിട്ട് കവി ഭട്ടതിരിപ്പാട് സ്വന്തം പറയുകയാണ്, ഞാൻ എന്തിനാ ഇത്രയൊക്കെ വിസ്തരിച്ച് പറയണത്? പരമ അല്ലയോ ശ്രേഷ്ഠനായ ഭഗവൻ. പരമ എന്നുള്ളത് സർവശക്തനായ എന്നുള്ളത് എല്ലാറ്റിലും മഹത്വാധിക്യത്തിനെ സൂചിപ്പിക്കുന്നതാണ്. പരമ ഉത്കൃഷ്ടനായ അല്ലയോ ഭഗവൻ സംബോധനയാണ്. കിമു ബഹുക്രിയ കിം, എന്തിനാ ഞാൻ അധികം പറയണത്? ബഹു ഉക്തി ധാരാളമായിട്ട് കുറേ അധികം പറഞ്ഞതുകൊണ്ട് എന്താ കാര്യം? കിമു അതുകൊണ്ട് എന്താ പ്രയോജനം? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കിമു ബഹുക്രിയ അത്യധികം പറയുന്നതുകൊണ്ട്, വളരെയേറെ പറഞ്ഞതുകൊണ്ട് എന്തിനാ വളരെയേറെ ഒന്നും പറയണ്ട എന്നാണ്. ത്വൽപദാംഭോജഭക്തിം സകലഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി. അങ്ങ് പറയുന്നുണ്ട്, അങ്ങ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വദസി പറയുന്നു. എന്താണ് പറയണത്? ഭക്തി എന്നുള്ളത് അങ്ങയിലുള്ളതായ ഭഗവാനിലുള്ളതായ ഭക്തി. ത്വൽപദാംഭോജ ഭക്തിം, ത്വൽപദങ്ങളിൽ അങ്ങയുടെ പദാംഭോജങ്ങളിൽ, പദങ്ങളാകുന്ന താമരകളിൽ, പദങ്ങൾ തന്നെയാവും താമര പോലെയുള്ളതായ അങ്ങയുടെ ആ പാദങ്ങളിൽ, പദകമലങ്ങൾ, ആ പാദകമലങ്ങളിൽ ഉള്ളതായ ഭക്തി, അങ്ങയുടെ ചരണങ്ങളിലുള്ള ഭക്തി എങ്ങനെയുള്ളതാണത്? ത്വൽപദാംഭോജ ഭക്തിം, അങ്ങയുടെ പാദാംഭോജങ്ങളിൽ, പാദസരോരുഹങ്ങളിൽ ഉള്ളതായ ഭക്തിയെ എങ്ങനെയുള്ളതാണെന്നാണ് പറയണത്? സകല ഭയവിനേത്രീം, എല്ലാ ഭയങ്ങളെയും ഇല്ലാതാക്കുന്നത്. വിനേത്രീം ഇല്ലാതാക്കുന്നത്, ഇല്ലാതെ നയിക്കുന്നത്, ഇല്ലാതെയാക്കി നയിക്കുന്നത്. അതായത് ഭയങ്ങളെക്കാൾ എല്ലാം ഇല്ലാതാക്കുന്നത്. സകല ഭയ വിനേത്രീം, എല്ലാ ഭയങ്ങളെയും ഇല്ലാതാക്കുന്നതും. സർവകാമോപനേത്രീം, സർവകാമങ്ങളെയും എല്ലാ ആഗ്രഹങ്ങളെയും ഉപനേത്രീം ഉണ്ടാക്കിത്തരുന്നതും കൊണ്ടുവരുന്നതും സമ്പാദിക്കുന്നതും ആണ് എന്ന്. സകല ഭയങ്ങളെയും ഇല്ലാതാക്കുന്നതും, സകല ഭയവിനേത്രീം സർവകാമോപനേത്രീം, സർവകാമങ്ങളെയും സമീപത്തേക്ക് കൊണ്ടുവരുന്നതും സർവകാമങ്ങളെയും സാധിപ്പിച്ചു തരുന്നതും ആണ് എന്ന് വദസി അങ്ങ് പറയുന്നുണ്ട്. അതായത് ദേവഹൂതിയോട് ഉപദേശിച്ചത് മുഴുവൻ അതാണ്. ഭക്തിയോഗം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് ബാക്കിയുള്ളതൊക്കെ പറഞ്ഞു. അതൊക്കെ ഭഗവത് മുക്തിക്ക് കാരണമാണ്. പക്ഷേ ഏറ്റവും കേമായിട്ട് എളുപ്പമായിട്ടുള്ളത് ഭക്തി തന്നെയാണ് എന്നാണ്. ഇതിലിപ്പോൾ വളരെ കുറച്ച് ചുരുങ്ങിയിട്ട് 5-8 ശ്ലോകങ്ങളായിട്ടല്ലേ പറഞ്ഞത്. ഭാഗവതത്തിൽ അങ്ങനെയല്ല, 3-4 അധ്യായങ്ങളായിട്ടാണ് ഭഗവാന്റെ കപിലോപദേശം വരണത്. അങ്ങനെ ആ ഉപദേശങ്ങളിലൊക്കെ അങ്ങ് വ്യക്തമായിട്ട് പറഞ്ഞത് എന്താണ്? ഈ ഭക്തി തന്നെയാണ്, ഭഗവത് ഭക്തി തന്നെയാണ് എല്ലാ ഭയങ്ങളെയും ഇല്ലാതാക്കുന്നതും എല്ലാ കാമങ്ങളെയും ഉണ്ടാക്കിത്തരുന്നതും. ഭഗവത് ഭക്തി തന്നെയാണ്, ഭഗവത് ചരണാംഭോജങ്ങളിലുള്ളതായ ഭക്തി തന്നെയാണ് എന്ന് വദസി ഖലു ദൃഢം ത്വം. അതങ്ങോട്ട് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഒന്നിക്കെ പറഞ്ഞു എന്നൊന്നുമല്ല, അത് ഉറപ്പിച്ച് അത് തന്നെയാണ് വേണ്ടത് എന്ന് ദൃഢമായിട്ട്, വേറൊരു സംശയവും ഇല്ലാത്ത വിധത്തിൽ ദൃഢമായിട്ട് അങ്ങ് പറയുന്നുണ്ട്. ത്വം വദസി അങ്ങ് പറയുന്നു. ഇനി
വദസി ഖലു അത് അങ്ങനെയാണല്ലോ അങ്ങ് പറയണത്. യാതൊരു സംശയവുമില്ല ഞങ്ങൾക്കൊന്നും. ദൃഢമായിട്ട് ഇത് തന്നെയാണ്, ഭക്തി തന്നെയാണ് ഏറ്റവും നല്ലതായിട്ടുള്ള ഉപായം. സകല ഭയങ്ങളെയും ഇല്ലാതാക്കാനും സർവകാമങ്ങളെയും നൽകുന്നതിനും ആയിട്ടുള്ള ഏറ്റവും നല്ല മാർഗം തവ ചരണാംഭോജങ്ങളിലുള്ള ഭഗവാന്റെ രസരോരുഹങ്ങളിലുള്ളതായ ഭക്തി തന്നെയാണ് എന്ന് ദൃഢമായിട്ട് ഉറപ്പിച്ച് അങ്ങ് പറയുന്നുണ്ട്. വദസി ഖലു പറയുന്നുണ്ടല്ലോ, ദൃഢം ത്വം തദ്, അതുകൊണ്ട് എനിക്ക് വേറൊന്നും വേണ്ട. എന്നാല് അദ്ദേഹം അങ്ങിങ്ങനെ ഉറപ്പിച്ച് പറയുന്നുണ്ടല്ലോ. ദേവഹൂതിയോട് പറഞ്ഞത്, അമ്മയോട് പറഞ്ഞത് ഉറപ്പിച്ച് പറഞ്ഞു ഭക്തി തന്നെയാണ് വേണ്ടതെന്ന്. അപ്പം അതുകൊണ്ട് തദ് വിധൂയ ആമയാൻ മേ ആമയാൻ വിധൂയ മേ, എൻ്റെ മമ എന്ന് പറഞ്ഞാലും എൻ്റെ നിന്ന് തന്നെയാണ്, മേ എന്ന് പറഞ്ഞാലും എൻ്റെ നിന്ന് തന്നെയാണ്. മേ ആമയാൻ രോഗങ്ങളെ, ഈ രോഗങ്ങൾ എന്ന് ഭട്ടതിരി എപ്പോഴും പറയണ്ടേ, രോഗങ്ങളെ അകറ്റിത്തരൂ എന്നുള്ളത്. അത് ശാരീരികമായും മാനസികമായുമുള്ള എല്ലാ രോഗങ്ങളെയും അകറ്റിത്തരണേ എന്നാണ് ഉദ്ദേശം. മേ ആമയാൻ, എൻ്റെ ആമയം എന്ന് വെച്ചാൽ രോഗം, അസുഖങ്ങൾ, എല്ലാ അസുഖങ്ങളെയും എല്ലാ രോഗങ്ങളെയും തത് വിധൂയ ഇല്ലാതാക്കിയിട്ട് നശിപ്പിച്ചിട്ട്, തത് വിധൂയ ആമയാൻ മേ, അതുകൊണ്ട് എൻ്റെ എല്ലാ രോഗങ്ങളെയും നശിപ്പിച്ചിട്ട് കഴുകിക്കളഞ്ഞിട്ട് ഗുരുഭവനപുരേശ ത്വയി ഉപാധർസ്വ ഭക്തിം, ത്വയി ഭക്തിം ഉപാധർസ്വ, ത്വയി അങ്ങയിൽ ഭക്തിയെ ചെയ്തു തരൂ, അത് ഉണ്ടാക്കിത്തരൂ. എനിക്ക് അങ്ങയിൽ ഭക്തി ഉണ്ടാക്കിത്തരൂ. അത് ഭക്തി ഉണ്ടാക്കിത്തരാനും ഭഗവാന്റെ കടാക്ഷം തന്നെയാണ് വേണ്ടത് എന്നാണ്. ത്വയി ഭക്തിം ഉപാധർസ്വ, ത്വയി അങ്ങയിൽ, ത്വം എന്നുള്ളതിൻ്റെ സപ്തമിയാണ്. ത്വയി ഭക്തിം ഉപാധർസ്വ, അങ്ങയിൽ ഭക്തിയെ ഉപാധർസ്വ ഉണ്ടാക്കിത്തരൂ. അപ്പോൾ ഗുരുഭവനപുരേശ എന്ന സംബോധന. പരമകിമു ബഹുക്രിയാ ത്വൽപദാംഭോജഭക്തിം സകലഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം തദ്വിധൂയാമയാന്മേ ഗുരുഭവനപുരേശ ത്വയ്യുപാധസ്വഭക്തിം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. പുനരിഹ കുറയെന്തിന്നോതണം ദേവദേവാ, തവ പദദൃഢഭക്തർക്കെന്നു ചൊല്ലുന്നുറപ്പായി, സകല ഭയമടക്കും കാമമെല്ലാം തരു ഗുരുപുരവാസിൻ ഭക്തിയും രോഗമുക്തിയും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.